എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വിഷുവിന് കേരളത്തിൽ വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് മന്തി കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഫോട്ടോ ആലപ്പുഴയിലെ ചേർത്തയിലെ മെഹർ എന്നു പേരുള്ള ഒരു ഹോട്ടലിൻ്റെ ഉടമയായ സുഡാപ്പി അവിടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി അത് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പാർട്ടിഭേദമന്യേ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ രംഗത്ത് വരുന്നു. അതിനുശേഷം ഈ സുഡാപ്പി പോസ്റ്റ് പിൻവലിക്കുകയും ഒരു വീഡിയോ വഴി സോഷ്യൽ മീഡിയ വഴി മാപ്പപേക്ഷിക്കുന്ന, അതായത് നമുക്ക് ടെക്നിക്കൽ ടീമിന് മാർക്കറ്റിംഗ് ടീമിന് പറ്റിയ ഒരു അബദ്ധമാണ്, കയ്യബദ്ധമാണ് എന്ന് പറഞ്ഞ് മെഴുകുന്നൊരു വീഡിയോയുമായി പുറത്തു വന്നു. അതിനുശേഷം കേസാവുന്നു. പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷമാണ് പല വാർത്തകളും വരുന്നത്. ഇത് എന്താ പറയണ്ടത്, ഇവർക്ക് പറ്റിയൊരു കയ്യബദ്ധമല്ല. കേരളത്തിലെ പല ഹോട്ടലുകൾ, ഏകദേശം 10-25ഓളം ഹോട്ടലുകളും ചെരുപ്പ് കടകൾ, അങ്ങനെ തുണിക്കടകൾ, ഇത്തരം ആൾക്കാരൊക്കെ ഈ പോസ്റ്റുമായി ഇതേ സമാനമായ പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഈ പ്രശ്നം വിവാദമായതോടുകൂടി അവരൊക്കെ ആ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, ഇത് കേരളത്തിലെ ഒരു ആലപ്പുഴയിലെ ചേർത്തയിൽ മാത്രം ഉണ്ടായ ഒരു വിഷയം മാത്രമല്ല, ഇതിനൊരു പാൻ ഇന്ത്യൻ നേച്ചർ വന്നിരിക്കുകയാണ്. അതായത് സമാനമായ രീതിയിൽ ബംഗളൂരു, ഹൈദരാബാദ്, ഡൽഹി, ബംഗാൾ, അത്തരത്തിലെ സ്ഥലങ്ങളൊക്കെ ഇത്തരം ഹിന്ദു ആചാരങ്ങളെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു കാണും. അതായത് ഈ മന്തി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ NIA തന്നെയാണ് ഇത് അന്വേഷിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ പോസ്റ്റർ വിവാദത്തിന് ഒരു പോസ്റ്റർ വിവാദത്തിന് എന്തിനാണ് വലിയ രീതിയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി NIA വരുന്നത്? അവിടെയാണ് ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാം. പക്ഷേ ഇവർ എന്തിനാണ് പെട്ടെന്ന്, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്, ഇതിന് പിന്നിൽ എന്തൊക്കെയാണ്? അതായത് ഇത്തരം സമൂഹത്തിൽ ഇത്തരം സ്പർദ്ധയുണ്ടാക്കാനും നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളെയും ഹൈന്ദവ സംസ്കാരത്തെയും ഇത്തരത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി എവിടെ നിങ്ങൾ ഫണ്ട് വരുന്നുണ്ടോ, ഇതിന് പിന്നിൽ ആരാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് NIA വരുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും അത് എന്തെങ്കിലും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടായ ഉടനെ തന്നെ NIA കയറിയും ഇടപെടില്ല. പക്ഷേ ഇത്തരത്തിലെ ന്യൂസുകൾ വരുമ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ കിട്ടുമ്പോഴും അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമ്പോഴും അവർ പാരലായി അന്വേഷിക്കും. NIA എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ സെറ്റപ്പ് വ്യാപിച്ച് കിടക്കുന്നൊരു സംഭവമാണ് അവർ. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും ഇവർ പാരലായിട്ട് അന്വേഷിക്കും. ഇതിനകത്ത് എന്തെങ്കിലും തീവ്രവാദ വിരുദ്ധ ഇതുണ്ടോ, രാജ്യവിരുദ്ധ ശക്തികളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. അത്തരത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ കേരളത്തിലെ NIA യൂണിറ്റിന് മനസ്സിലായത് ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുണ്ടെന്നും ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്നും, അതായത് പുറത്തുള്ള തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ടെന്നും ഇതിന് ഫണ്ട് ചെയ്യുന്നത് അവരാണും എന്നും മനസ്സിലായത്. അതായത് നമുക്ക് കുറച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഹൈന്ദവ ആഘോഷങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ഈ കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓണം വരുമ്പോൾ ഓണം ഹിന്ദുക്കളല്ല, വിഷു വരുമ്പോൾ വിഷു ഹിന്ദുക്കളുടെ ഉത്സവമല്ല, ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന ഫോട്ടോ വെച്ച് എന്താ പ്രശ്നം, അതായത് ശ്രീകൃഷ്ണൻ മന്തി കഴിച്ചിട്ടില്ലേ, നോൺ വെജ് കഴിച്ചിട്ടില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആഘോഷങ്ങൾ അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ജിഹാദി സംഘങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NIAയുടെ പക്കൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഡാറ്റയും അവരുടെ പക്കലുണ്ട്. അപ്പോൾ ഈ ഒരു വിവാദം പെട്ടെന്ന് വരാനുള്ള കാരണം, അതായത് NIA ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായത്തോടുകൂടി ജിഹാദികൾ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന മാതിരിയുള്ള ആഭ്യന്തര കലാപം ഇവിടെ നടത്താൻ പല കാര്യങ്ങളും ശ്രമിച്ചു. നമ്മൾ ലഡാക്കിലെ കലാപമൊക്കെ കണ്ടില്ലേ, ജൻസി കലാപം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ പറ്റുന്നില്ല. മാത്രമല്ല ഇന്ത്യ ഗ്ലോബലി വലിയ പവറായിരിക്കുകയാണ്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ പോലും പറയുകയാണ് അമേരിക്ക, അതായത് ഇന്ത്യ ഇടപെട്ടാൽ മാത്രമേ ഈ ഇറാൻ വിഷയം സോൾവ് ആവൂ. അത്തരത്തിലുള്ളൊരു വലിയൊരു പ്ലെയറായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. അതായത് നമ്മുടെ സ്ഥാനം, അതിൻ്റെ ഇമ്പോർട്ടൻസ് വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്. രാജ്യസുരക്ഷയ്ക്കും വികസനവും ഇതിനൊക്കെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു സർക്കാരാണ്. അപ്പോൾ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല, പല തരത്തിലുള്ള ജിഹാദി ആക്ടിവിസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നിനും തന്നെ ഇന്ത്യയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ് ഇവരുടെ. അപ്പോൾ എങ്ങനെയെങ്കിലും രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അവസാനത്തെ ഒരു പോക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് ഈ TCS വിവാദം, TCSന്റെ മതമാറ്റ വിവാദം, ഇതൊക്കെ ഒരു നെറ്റ്വർക്കാണ്. ആ TCSലെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്താൻ പറ്റിയത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇവിടെ നടക്കുന്ന മന്തി വിവാദവും ഇതിനൊക്കെ എല്ലാം കൂടി ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ ലെൻസ് കാർഡ് വിവാദം, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ കേരളത്തിൽ മന്തി വിവാദം, കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ മന്തി വിവാദം ഉണ്ടായിരുന്നു.
ലെൻസ്കാർട്ടിൽ എന്താണ് അവരൊരു ഒരു ഇത് ഇറക്കുന്നു, അവരുടെ എംപ്ലോയീസ് എങ്ങനെ വരണം, എങ്ങനെ എന്തൊക്കെ ഡൂ ഓർ ഡോൺസിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഇറക്കുന്നു. അതിൽ മറ്റുള്ള ബുർക്ക ധരിക്കാം, ബാക്കിയുള്ള എല്ലാവർക്കും അവർ മതപരമായ ആചാരങ്ങൾ ഫോളോ ചെയ്യാം, കസ്റ്റംസ് ഫോളോ ചെയ്യാം. നേരെ മറിച്ച് ഹിന്ദു സ്ത്രീകൾക്ക് പൊട്ടു തൊടാനോ അത് ഹിന്ദു നമ്മുടെ ഹൈന്ദവ സനാതന സംസ്കാരത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിമ്പിൾസ് അവിടെ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു സർക്കുലർ അവർ ഇറക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതും ഇതും എല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ അതുമാത്രമല്ല, കശ്മീരിൽ നിന്ന് കുറച്ച് തീവ്രവാദികളെ പിടികൂടുന്നു. തീവ്രവാദികളെന്ന് വെച്ചാൽ കുറച്ച് അമേരിക്കൻ പൗരന്മാരെയും ഇവിടുത്തെ കുറച്ച് മുസ്ലിംസിനെയും പിടികൂടുന്നു. അവരുടെ പക്കൽ നിന്ന് മാരകമായ കെമിക്കൽസ് കണ്ടെടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് വായുമായിട്ട് ജസ്റ്റ് സിങ്കായ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കണ്ടു, കശ്മീരിൽ നിന്ന് പിടിയിലായ അമേരിക്കൻ പൗരനും പിന്നെ കുറച്ച് അവരുടെ കൂടെ ഇന്ത്യൻ മുസ്ലിംസും പിടിയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇവർക്ക് വേണ്ട ഫണ്ടുകളൊക്കെ വരുന്നത് പുറത്തുനിന്നാണ്, പല പല വഴികളിലൂടെയാണ് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ജിഹാദ് കണ്ടു, വൈറ്റ് കോളർ ടെററിസം കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിൽ ഹൈ പ്രൊഫൈൽ ആൾക്കാരെ ഉപയോഗിച്ചിട്ട് പല രീതിയിലും ഫണ്ട് വരുന്നുണ്ട്. ഫണ്ടിങ് ചെയ്താണ് ഇത്തരത്തിലുള്ള തീവ്രവാദി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒന്നും ചെറുതായി കാണാൻ പറ്റില്ല. ഈ കാശ്മീരിൽ പിടിക്കപ്പെട്ട തീവ്രവാദികളും പിന്നെ TCS വിവാദവും ലെൻസ്കാർട്ട് വിവാദവും ഈ മന്തി വിവാദവും ഇതൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പുറപ്പാട് തന്നെയാണ്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം എന്ന് വെച്ചാൽ ഒരു റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തെ തീവ്രവാദ സംഘടനകളാണ്, പാകിസ്ഥാനിൽ നിന്നും അത്തരത്തിൽ നിയന്ത്രിക്കുന്ന തീവ്രവാദ സംഘടനകൾ തന്നെയാണ് എന്നുള്ള ബോധ്യത്തിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ ഇടപെടാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം, മഹാരാഷ്ട്ര TCS കേസ് തന്നെ അവിടെ ഫോഴ്സ്ഫുൾ കൺവേർഷൻ പിന്നെ ഈ ലൈംഗിക അതിക്രമം ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതിനുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര, അതായത് TCS കേസിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഉത്തർപ്രദേശ് പോലീസിന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്ര SIT പിന്നെ NIA, ഉത്തർപ്രദേശ് പോലീസ്, ഉത്തർപ്രദേശ് SIT ഈ 4 പേരും ചേർന്നിട്ടാണ് ഇപ്പോൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഫോഴ്സിനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള കളികൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാധീനമുള്ള മേഖലയിൽ അവിടുത്തെ ഹിന്ദുക്കളെ പ്രൊവോക്കേറ്റ് ചെയ്യാനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ആക്ടിവിറ്റിക്ക് മുതിർന്നത്. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ജിഹാദി സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ വരാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നേ ടെസ്റ്റ് ഡോസ് ഇട്ട് കൊടുക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുക, ആരൊക്കെ പ്രതികരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ അത് ഒരു സ്വാഭാവികമായ ഇതെല്ലാം, അതായത് തെറ്റല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്ന ജിഹാദി സംഘടനകൾ തന്നെയാണ് പുറത്തുനിന്ന് ഫണ്ട് വരുന്നത്. ഇന്ത്യയിലെ ഹൈ പ്രൊഫൈൽ ആൾക്കാർ ഉപയോഗിച്ച് ഇവിടെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നേതൃത്വം നൽകുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന് പിന്നിൽ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു തെളിവ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എത്തിയുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ മന്തി വിവാദം അന്വേഷിക്കാൻ വേണ്ടി NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇവിടെ വളരെ അടുത്ത് തന്നെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടൽ കാരണം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വരും ദിവസങ്ങൾ ഈ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പുതിയ കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, എന്തായാലും എത്രത്തോളം പോകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.